ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കണ്. റമദാനൊക്കെ കഴിയാറായല്ലോ. പിന്നെ ലാസ്റ്റ് പത്തുക്കൊക്കെ എത്തിയല്ലേ. പിന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വൈകുന്നേരത്തെ കുറച്ച് വിശേഷമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റൊക്കെ ഒന്ന് എഴുതി അറിയിക്കട്ടോ. അപ്പം ഇന്ന് ഞാൻ ഉള്ളിവട ഉണ്ടാക്കണം, ചെമ്മീൻ കറി ഉണ്ടാക്കണം. അതിനൊക്കെയുള്ള ഉള്ളി തക്കാളി അങ്ങനത്തൊക്കെയാണ് അരിഞ്ഞുണ്ടാക്കണം കേട്ടോ. ഞാനെങ്ങനെ ചെമ്മീൻ കറി ഉണ്ടാക്കൽ എന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, എന്നിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത്, 2 പച്ചമുളകും കൂടി, എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 വലിയ ഉള്ളി അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ. വാടി വന്നതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് കാശ്മീരി മുളകും പൊടി ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ പൊടിൻ്റെ ഒക്കെ ഒരു പച്ചമണമൊക്കെ ഇല്ല, അതൊക്കെ ഒന്ന് മാറണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 തക്കാളി ഞാൻ എടുത്തിട്ടുള്ളത്. ആ 2 തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലൊന്ന് തക്കാളിയൊക്കെ നല്ലൊന്ന് വാടി വരണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ചെമ്മീൻ ഇട്ടിട്ട് ചുടുവെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ചുടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കറി അവിടെ വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പത്തിരി ചുട്ടെടുക്കാം. പത്തിരി രാവിലെ പരത്തിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെക്കലാണ്. എന്നാൽ പിന്നെ വൈകുന്നേരം അസർസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ പണിയൊക്കെ വേഗം കഴിയുമല്ലോ. അപ്പോൾ രാവിലെ പരത്തിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെക്കലാണ് കേട്ടോ. അപ്പോൾ പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുക. അപ്പോൾ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞ് ഇനി അപ്പോത്തിന് കറിയൊക്കെ ഒന്ന് വെന്തിക്കണം കേട്ടോ. നല്ല വെന്തിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിക്കണ്. ഇനി അതിലേക്ക് ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചീരുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ്, അതും കൂടി ഇട്ടിട്ട് നല്ലൊന്ന് മൂപ്പിച്ചിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറീൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കറിയായി, പത്തിരിയായി. ഇനി പിന്നെ വത്തക്കയാണ്. വത്തക്കയാണ് ഇന്ന് ജ്യൂസ് അടിക്കണത്. അപ്പോൾ വത്തക്ക ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കട്ടെ.